ഇക്കുറി നമ്മളുടെ യാത്ര റായിലേക്കാണ്. റായ് ഈസ്റ്റ് സസെക്സിലെ ഒരു ചെറിയ സീസൈഡ് ടൗൺ. അതിനുമപ്പുറത്തേക്ക് 3 നദികളുടെ സംഗമസ്ഥലം. ഇടുങ്ങിയ നഗരവീഥികളും പൗരാണിക മന്ദിരങ്ങളും പ്രസിദ്ധമായ മാർമെയ്ഡ് സ്ട്രീറ്റും മാത്രമല്ല റായിയെ ഇന്നും പ്രസക്തമാക്കി നിലനിർത്തുന്നത്. സമുദ്രതീരത്ത് നിന്നും കേവലം 2 മൈൽ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ഇംഗ്ലീഷ് ചാനലിലെ ഏറ്റവും വീതി കുറഞ്ഞ ഒരു ഭാഗം കൂടിയാണ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രദേശത്തിൻ്റെ സവിശേഷമായ പ്രാധാന്യം. ആദ്യകാലം മുതൽക്കേ ഒട്ടനവധി നാവിക ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു പട്ടണം കൂടിയാണ് റായ്. ഫ്രാൻസിൻ്റെയും എന്തിനേറെ പറയുന്നു സ്പെയിനിൻ്റെയും വരെ ആക്രമണങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ റായ് വിധേയമാക്കപ്പെട്ടിരുന്നു. 1377 ഫ്രഞ്ച് ആക്രമണത്തിൽ ഈ നഗരത്തിന് വലിയ നാശനഷ്ടം വരുത്തുകയും നാശത്തിൻ്റെ പരിധിക്കപ്പുറത്തേക്കുള്ള തീപിടുത്തം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെയുള്ള പ്രസിദ്ധമായ സെൻറ്റ് മേരീസ് ചർച്ചിലെ പ്രാധാന്യമേറിയ ആ നാഴികമണി ഇവിടെ നിന്നും അപ്രത്യക്ഷമായത്. പിന്നീട് അത് തിരിച്ചു കിട്ടി എങ്കിലും ഇപ്രകാരമുള്ള റായുടെ സവിശേഷമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1336 റായിയെ ഒരു സിനിക് പോർട്ടായി ഇവിടുത്തെ രാജവംശം കണക്കാക്കിയത്. സിനിക് പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ ലഭ്യമായിരുന്നു. മാറി മാറി വരുന്ന ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും എല്ലാം വാസസ്ഥലവും അതല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് കീഴിലുമായിരുന്നു റായ്. ആദ്യകാലങ്ങൾ ഫ്രഞ്ചുകാരും പിന്നീട് ഇംഗ്ലീഷുകാരുമെല്ലാം മാറി മാറി റായിയെ ഭരിച്ചിരുന്നു എന്നതും ചരിത്ര രേഖകൾ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. അതിനും അപ്പുറത്തേക്ക് രസകരമായ വേറൊരു ചരിത്രം കൂടി റായ്ക്കുണ്ട്. ഈ നഗരത്തിന് കള്ളക്കടത്തിൻ്റെ നഗരം എന്നും ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. കള്ളക്കടത്തുകാരുടെ കേന്ദ്രമായിട്ട് മാറിയും റായും ഒരു കാലഘട്ടത്തിൽ മാറിയിരുന്നു. അതിന് കാരണം കമ്പിളിപ്പുതപ്പിൻ്റെ കള്ളക്കടത്തായിരുന്നു. കമ്പിളി വസ്ത്രങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രദേശം കൂടിയായിരുന്നു റായ്. ആ കാലഘട്ടങ്ങളിൽ കമ്പിളി ഉൽപ്പാദനം നടന്നിരുന്ന ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു റായ്. റായ് ആകട്ടെ ഫ്രാൻസിൽ നിന്നും അധികം അകലെയല്ലാത്തൊരു സീസൈഡ് ടൗണും. മരണശിക്ഷ പോലുമുള്ള ഭയപ്പെടുത്തലുകളെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതിനെയൊന്നും വകവയ്ക്കാതെയോ കമ്പിളി വസ്ത്രങ്ങളിലെ കള്ളക്കടത്ത് ഈ പോർട്ടിലൂടെയൊക്കെ നിർബോധം തുടർന്നു വന്നിരുന്നു എന്നതും ഒരു ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ നഗരത്തെ പ്രസിദ്ധമാക്കുന്നത് അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം സീനിക് ബ്യൂട്ടിയുടെ സൗന്ദര്യം മാത്രമല്ല, വിശാലമായ ആൻറ്റിക് ഷോപ്പുകളുടെയും ആർട്ട് ഗാലറികളുടെയും എല്ലാം തന്നെ ഒരു ശേഖരമുള്ള പട്ടണം കൂടിയാണ് റായ്. റായിയുടെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന റായ് കാസ്റ്റൽ മ്യൂസിയമോ അല്ലെങ്കിൽ വൈപ്രസ് ടവറോ അതിനുമപ്പുറത്തുള്ള സെൻറ്റ് മേരീസ് ചർച്ചുമെല്ലാം ഇന്നും പ്രസക്തമായി തന്നെ ഇവിടെ നിലകൊള്ളുന്നു. റായ് കാസ്റ്റൽ മ്യൂസിയം നിർമ്മിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം അധിനിവേശങ്ങളെ തടഞ്ഞു നിർത്തുക അതല്ലെങ്കിൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതും കൊണ്ട് കൂടിയായിരുന്നു. റായിൽ നിന്നും പിന്നെ നമ്മളെ യാത്ര പോയത്
റായ് ഹാർബറിലേക്കാണ്. റായ് ഹാർബർ ചരിത്രത്തിൻ്റെ തുടിപ്പുകൾ ഇന്നും അവശേഷിക്കുന്ന ഒരു പ്രദേശമാണ്. ചരിത്രരേഖകൾ പ്രകാരം ആദ്യകാലങ്ങളിൽ റായ് ഒരു ഐലൻഡായിരുന്നു എന്നും പിന്നീട് സ്വാഭാവികമായുണ്ടായ സമുദ്രതീരത്തിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമായി അതിൻ്റെ അവസ്ഥകൾ മാറി മാറി വന്നു എന്നുള്ളതുമാണ്. 1200കളിലും 300കൾക്കും അപ്പുറത്തെ മുമ്പൊക്കെ റായിലൊരു ഫുൾ ഫ്ലഡ്ജായ ഒരു ഹാർബർ ഉണ്ടായിരുന്നു. ഷിപ്പുകളുടെ എല്ലാം അറ്റകുറ്റപ്പണികളും മീൻപിടുത്തവും എല്ലാം വിപുലമായി റായിയെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്നതും ചരിത്രമാണ്. ആദ്യകാലങ്ങളിൽ അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിനനുസരിച്ച് ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ മീൻപിടുത്തം, വൂളൻ വസ്ത്രങ്ങളുടെ നിർമ്മാണം, റായി ആണെങ്കിൽ പ്രത്യേകിച്ച് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ, അങ്ങനെ ആ കാലഘട്ടത്തിൽ അനുയോജ്യമായ ജോലികളും ജീവിത സാഹചര്യങ്ങളും എല്ലാം തന്നെയാണ് റായിലും ഉണ്ടായിരുന്നത്. മൂന്ന് നദികളുടെ സംഗമസ്ഥാനമെന്ന് പറയുമ്പോൾ തന്നെ ആ നഗരത്തിൻ്റെ വെള്ളത്തിൻ്റെ പ്രാധാന്യവും യാത്രയുടെ പ്രാധാന്യവും ലൊക്കേഷൻ്റെ പ്രാധാന്യവും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിപുരാതനമായ ഒരു പള്ളി കൂടെയുണ്ട് റായ് ഹാർബറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളെല്ലാം തന്നെ ആ വിജനമായ പള്ളിയുടെ പരിസരത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതും ഈ യാത്രയിൽ എന്നെ ആകർഷിച്ചതോ അതുമല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ചതോ ആയ ഒരു കാര്യമാണ്. അതെല്ലാം തന്നെ അതിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നു എന്നതും ഒരു മനസ്സിന് കുളിർമയേകുന്നൊരു കാര്യമാണ്. ഈ പള്ളിയുടെ പരിസരത്തു നിന്നും അധിക ദൂരമല്ലാതെയാണ് റായ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. റായ് ഹാർബറിനടുത്ത് തന്നെ ഇന്നും റായ് ഹാർബർ ലൈഫ് ബോട്ട് സ്റ്റേഷനും ഒട്ടനവധി പബ്ബുകളും ചെറിയ കോഫി ഷോപ്പുകളും എല്ലാം ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്, വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട്. റായ് ഹാർബർ നാച്ചുറൽ റിസർവ് 1970 സ്ഥാപിതമായ ഈ അതിമനോഹരമായ തീരം 800-ലധികം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. 4350-ലധികം സ്പീഷീസുകളുടെയും വാസസ്ഥലം കൂടിയാണ് ഈ വാഗ്ദത്ത ഭൂമി. ഈ യാത്രയെ മനോഹരമാക്കിയതിനുള്ള കാരണം എന്തെന്ന് പിന്നെയും നാം ഓർത്തിരിക്കുമ്പോൾ നമുക്കൊട്ടനവധി ഉത്തരങ്ങൾ ലഭ്യമാകും. അത് ചരിത്രത്തിൻ്റെ പഴമയെ, ആ സൗന്ദര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന സംവിധാന മികവാണോ, അതോ സൗന്ദര്യം വിളിച്ചോതിയ ആ നഗര ചത്തുരമാണോ, ഇടുങ്ങിയ നഗരവീഥികളാണോ, അതോ മരത്താൽ പണിതുയർത്തിയ കെട്ടിടങ്ങളാണോ, കാൽപ്പനിക ഭംഗിയാണോ? അതെ, അതെല്ലാമാണ്. അതിനുമപ്പുറത്തേക്ക് റായ് ഹാർബറിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ പേരറിയാത്ത ഒട്ടനവധി പക്ഷിക്കൂട്ടങ്ങളാണോ, ആ പ്രകൃതിയുടെ സൗന്ദര്യമാണോ, വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും അഴിമുഖത്തിൻ്റെ ഭാവമാറ്റങ്ങളാണോ, അതോ ചതുപ്പ് നിലങ്ങളുടെ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യമോ? ഇതെല്ലാമാണ് റായ്. ഇതെല്ലാമാണ് ഈ യാത്രയിൽ ഞാൻ അനുഭവിച്ചത്. ഒരുപക്ഷെ അതുതന്നെയാണ് ഈ യാത്രയുടെ
മനോഹാരിതയും. പ്രകൃതിയെ അടുത്തറിയാനുള്ള ഒരു യാത്ര, പ്രകൃതിയെ അനുഭവിച്ചറിയാനുള്ള യാത്ര, പക്ഷികളുടെ വാസസങ്കേതങ്ങളിലേക്കുള്ള യാത്ര, അവരുടെ യാത്രയെ അകലെ നിന്ന് വീക്ഷിക്കാനുള്ള യാത്ര, അതും പ്രകൃതിക്ക് ഒട്ടും ദോഷം വരാതെ. യാത്രകൾ പിന്നെയും തുടരുകയാണ്. യാത്രകൾ തുടരട്ടെ. അഴിമുഖം ഇതുപോലെ എന്നും മനോഹരമായി നിലനിൽക്കട്ടെ. പ്രകൃതി എന്നും സൗന്ദര്യവതിയാകട്ടെ. ഈ യാത്ര അടുത്തൊരു യാത്രയ്ക്ക് പ്രചോദനമാവുമെങ്കിൽ വീണ്ടും കാണാം. ബൈ.